ഇന്ന് ഒരാൾ കൂടി അവിടെ മരിച്ചു. ആഘോഷത്തോടെ ഒറ്റ വണ്ടിയിൽ പോയവർ 9 ആംബുലൻസുകളിൽ ജീവനില്ലാതെ മടങ്ങിയ വാൽപ്പാറയിലെ ഏങ്ങൽ ഇനിയും മാറിയിട്ടില്ല. പിന്നെയും കാണലാണ് മോർച്ചറികൾ, കരിഞ്ഞുപോയി ചാക്കിലാക്കിയ ശരീരങ്ങൾ. ഇന്നലെ അവരെ വീടിന്റെ വെളിച്ചമായവരെ ഇരുട്ടിൽ തിരയുന്ന വേദന, അച്ഛന്മാരുടെ ചിതകൾക്ക് വിറയാർന്ന കൈകളിൽ തീ കൊടുക്കുന്ന മക്കൾ, ചങ്കുപറയുന്ന സങ്കട പെരുങ്കൂനകൾ. പടച്ചവനെ, ഈ ഏപ്രിൽ എന്തൊരു വേദനയാണ്. പൂരത്തിനു വേണ്ടി പൂരപ്രേമികളുടെ ആനന്ദത്തിന് പണിയെടുത്ത പാവങ്ങളാണ്. പച്ചരി വാങ്ങാൻ കരിമരുന്ന് വാരിയവരാണ്. ആ ആത്മാക്കൾക്ക് ആദരമായി ഇക്കുറി ആഘോഷങ്ങളിൽ എന്ന പ്രഖ്യാപനം ഇതിനോടകം വരേണ്ടതാണ് മനുഷ്യത്വം. അത് വന്നാലും ഇല്ലെങ്കിലും മനുഷ്യമാംസം വെന്ത് രൂക്ഷമായ കരിമരുന്ന് ഗന്ധം, ചോരച്ച കബന്ധങ്ങൾ കേരളം നടാടെ കാണലാണോ? അല്ല. അതും ഒരു ബ്ലാക്ക് ഏപ്രിൽ. ആ പുറ്റിങ്ങിൽ ചിതറിപ്പോയത് 110 പേരാണ്. ഈ അടുത്ത കാലത്ത് തൃപ്പൂണിത്തറ, പാലക്കാട് പന്നിയങ്കുറിശി, ത്രാങ്ങാലി, മലനട, വയനാട് പോലെ ദുരന്തങ്ങളല്ല. ഒഴിവാക്കാൻ കഴിയുന്ന ആഴവേദനകൾ എത്രയാണ്, എത്ര പേരാണ്? അവരൊക്കെ വേണ്ടപ്പെട്ടവരുടെ മാത്രം നഷ്ടങ്ങളാക്കി നമ്മൾ പിന്നെയും കണ്ടവരാണ്. പാഠം പഠിക്കാത്ത, കുറ്റബോധങ്ങളില്ലാത്ത വെടിക്കെട്ടുകൾ. പ്രധാനപ്പെട്ട 2 ദേവസ്വങ്ങളൊന്നിൻ്റെ പ്രധാനപ്പെട്ട പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ എത്ര പേരാണെന്ന് ഇപ്പോഴും അറിയില്ല. ആകെ ഒരു കൊട്ടത്താപ്പ് ഇന്നലെ വാങ്ങിയ 40 ഊണിൻ്റെ കണക്കാണ്. ഫയർ റെസിസ്റ്റന്റ് വസ്ത്രങ്ങൾ പോട്ടെ, ഒരു മാസ്ക് ഇല്ല, കയ്യുറയില്ല. അജ്ഞാതമായൊരു തീപ്പൊരിയിൽ അഗ്നികുണ്ഡമാകുന്നിടത്ത് ഒരു അഗ്നിശമനസേന വാഹനമില്ല. ആ വാഹനത്തിലെത്താൻ വഴികളില്ല. ഏതോ മതിൽ പൊളിക്കേണ്ട പ്രാകൃതാവസ്ഥയെങ്കിൽ പോയ രാത്രി പാടശേഖരത്തിന് നടുവിൽ ആളിക്കണ്ടത് അനാസ്ഥയുടെ ബലിത്തറയാണ്. ഇല്ലാത്ത എന്തോ അട്ടിമറി, ഗൂഢാലോചന, ബൈ ഡിഫോൾട്ട് കോൺസ്പിറസി ബ്രെയിൻ. തൊട്ടാൽ പൊട്ടാനുള്ള വികാരവ്രണങ്ങൾ മാറ്റിവെച്ച് ഒന്നേയൊന്ന് ചിന്തിക്കണം. അടുക്കളയിൽ ഒരു ചീനച്ചട്ടിയിൽ കൈതട്ടിയാൽ, ഇസ്തരിപ്പെട്ടിയിൽ തൊട്ടൊന്ന് കൈപൊള്ളിയാൽ എന്തുമാത്രം നീറ്റൽ വേദനയാണ്. മുഖമടക്കം ശരീരമാസകലം പൊള്ളി വെന്തടർന്ന മുതുകിലെ മാംസം. ബോധം പോലും കിടാതെ ഐസിയുവിൽ കിടക്കുന്ന ആ മനുഷ്യരുടെ പ്രാണവേദന, പരദാഹം ഒരു സെക്കൻഡ് നോർക്കണം. മരണം മാത്രമാണ്. ഒരു ഗൃഹനാഥന്റെ ചിതയിൽ ആ കുടുംബത്തിന് ആയുഷ്കാലം സങ്കടക്കാല കരിന്തിരിയാണ്, അനാഥമാക്കലാണ്. എത്ര സ്വപ്നങ്ങളാണ് വെണ്ണീറാവൽ. അച്ഛൻ നഷ്ടപ്പെട്ട എത്ര കുഞ്ഞുങ്ങളുടെ കണ്ണീരാണ്. മതി. പൂരാവേശം വെടിക്കെട്ടൊന്നും വേണ്ടെന്നല്ല, പക്ഷേ കേരളം ആർജവത്തോടെ പറയണം, കാലാനുസൃതമായ മാറ്റങ്ങളില്ലെങ്കിൽ, കരിമ്പാറ സുരക്ഷയില്ലെങ്കിൽ പച്ച മനുഷ്യനെ ആൾപന്തം തീപ്പന്തമാക്കുന്ന ഈ നരമേധം മതിയാക്കണം. ഇനി വേണ്ട. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. നമ്മൾ രക്ഷപ്പെട്ടു, പക്ഷേ നമ്മുടെ കൂടെ തൊട്ടടുത്തുള്ളവര് അവരൊക്കെ മരിച്ചു എന്ന് പറയുമ്പോൾ വിഷമുണ്ടാവില്ല. കുടുംബക്ഷേത്രത്തിൽ പരിപാടി ഉള്ള കാരണം ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കൊണ്ട് വരാൻ കാരണം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനും നിശ്ചയിക്കാനുണ്ടായി. അപകടത്തിൻ്റെ വ്യാപ്തി കൂടാൻ കാരണം വെടിമരുന്നിൻ്റെ ഉപയോഗം കൂടുതലാണ്. ഒരുപക്ഷെ വെടിക്കെട്ടിൻ്റെ പാറ്റേൺ തന്നെ മാറ്റാൻ സാധിക്കുമായിരിക്കും. ശ്രീമതി കെ ജി താര, ശ്രീ ആർ വി ബാബു, ശ്രീ വി കെ വെങ്കടാചലം, നാട്ടുകാരനാണ് സന്തോഷ്, പുറ്റിങ്ങൽ അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ശ്രീ വേണു എന്നിവർ ചർച്ച ചെയ്തിരുന്നു. ആദ്യം ഞാൻ ശ്രീ കെ ജി താരയിലേക്ക്. ശ്രീമതി കെ ജി താര, ആദ്യം ഈ അസാധാരണമായ ചൂടാണ്, താങ്ങാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ ആ ചൂടെന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോൾ പെസോ അടക്കം പറയുന്നത് ചൂടൊരു കാരണമല്ലെന്നാണ്. അപ്പോഴെന്താണ് കാരണം എന്നത് ഇനി ഒന്നുകൂടി ആവർത്തിക്കാതിരിക്കാനെങ്കിലും കൃത്യമായ ടൈം ഫ്രെയിമിൽ കണ്ടെത്തേണ്ടതല്ലേ? അത് പരിഹരിക്കേണ്ടതല്ലേ ശ്രീമതി താര? തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടുകളിൽ നിന്ന് കാണുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വന്ന വീഴ്ച തന്നെയാണ് ഈ വലിയ ദുരന്തത്തിന് കാരണം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ അവിടെ 5 ഷെഡുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം സംഭരിച്ചു വയ്ക്കുന്ന ഒരു ചെറിയ ഒരു സ്റ്റോർ ഹൗസ്, ശേഖരണപുര, അത് ഉണ്ടായിരുന്നു. അത് പിന്നെ സീൽ ചെയ്ത സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ശരിക്കും ഇത് സംഭരിച്ച് വയ്ക്കുന്ന സ്ഥലത്ത് വെന്റിലേഷൻ വേണമെന്നും അങ്ങനെയുള്ള ഒരുപാട് സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സംഭരിച്ച് വയ്ക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ മാനുഫാക്ചറിങ്, ഈ നിർമ്മാണ പ്രക്രിയ നടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അവിടെ ആദ്യം എത്തിപ്പറ്റേണ്ടത് ഈ അഗ്നിശമന സേന വിഭാഗമാണ്. അവർക്ക് എത്താനുള്ള ഒരു വഴി വേണമെന്നുള്ളതാണ് ആദ്യത്തെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ എടുത്തു പറയേണ്ടത്. ആ വഴി അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യത്തെ വീഴ്ച. അവർ അഥവാ ഇനി എത്തിപ്പറ്റിയാൽ പോലും അവിടെ
ഈ തുടർ ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ആ സമയത്ത് അവർക്ക് ദൂരെ നിന്ന് ഈ വെള്ളമൊഴുക്കിയ അല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല. ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ ശ്രീ ഹാഷ്മി പറഞ്ഞ ഈ എന്താണ് ഇവർക്കുള്ള ഈ സുരക്ഷാ ഈ ക്രമീകരണങ്ങളുണ്ടല്ലോ അഗ്നിശമന സേനയ്ക്ക്, അതായത് ഈ തീപിടിക്കാത്ത വസ്ത്രങ്ങൾ, അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. ഇതുപോലെയുള്ള വലിയൊരു തീപിടുത്ത ഒരു സാധ്യതയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ പൊട്ടിത്തെറി നടക്കുന്ന സ്ഥലത്ത് പോകാനുള്ള, തീയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു വസ്ത്രം എന്ന് പറയുന്നത് എത്രയോ പരിമിതമായ എണ്ണമേ ഉള്ളൂ എന്നുള്ളത് സർവീസിലിരിക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന്. രണ്ട്, ഈ വേണ്ടത്ര കയ്യുറകൾ, വേണ്ടത്ര മാസ്കുകൾ, കട്ടിയുള്ള വെളുത്ത പുകയാണ് അവിടെ നിറഞ്ഞു നിന്നിരുന്നത്. സാധാരണ മനുഷ്യർക്ക് അവിടെ പോയി അടുത്തേക്ക് ചെല്ലാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ അഗ്നിശമന സേന 24 മണിക്കൂറും ഇങ്ങനെയുള്ള ഈ സ്ഥിതിവിശേഷങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ ഇത്തരം ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ്. ഈ ദുരന്തത്തിന് ശേഷമുള്ള ഏകോപനം നമ്മൾ പതിവ് പോലെ, അത് ഞാൻ എടുത്തു പറയുന്നു, പതിവ് പോലെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് റവന്യൂ വന്നു, പോലീസ് വന്നു, അഗ്നിശമന സേനയുടെ സാന്നിധ്യമുണ്ട്, എല്ലാ ആളുകളുടെയും ഒരു നാട്ടുകാരുടെ സഹായം, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ 50 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചികിത്സാ ക്രമീകരണങ്ങൾ നടത്തണമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പുറമേൽ നിന്നുള്ള ഡോക്ടർമാരുടെ സഹായം വരെ നമ്മൾ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇവിടെ പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ശ്രീ ഹാഷ്മി പറഞ്ഞതുപോലെ ഇവിടെ പൊള്ളലേറ്റ ആളുകളാണ്. ഈ ചെറിയൊരു പൊള്ളൽ വന്നാൽ തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ 60 മുതൽ 70% വരെ പൊള്ളലേറ്റ രോഗികളാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇല്ലാത്ത ഒരു സൗകര്യം കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ബേൺ വാർഡുകൾ എന്ന് പറഞ്ഞാൽ പൊള്ളലേറ്റ രോഗികളെ ചികിത്സിക്കാൻ ഒരു വാർഡ് പ്രത്യേകമായി മാറ്റി വയ്ക്കേണ്ടതുണ്ട്. കാരണം എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിൽ മുഖ്യ പ്രധാനി എന്ന് പറയുന്നത് നമ്മുടെ തൊലിയാണ്, ത്വക്കാണ്. അത് പോയി കഴിഞ്ഞാൽ എല്ലാവിധ രോഗാണുക്കളും കയറി വരാനുള്ള ഒരു വലിയ സാധ്യത നമ്മൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ബേൺ വാർഡുകൾ, പൊള്ളലേറ്റ ചികിത്സയ്ക്കുള്ള പ്രത്യേകം വാർഡുകൾ രൂപീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നോ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ ആദ്യത്തെ ദുരന്തമല്ല, രണ്ടാമത്തെ ദുരന്തമാണ്. പാറമേക്കാവ് ഈ ദേവസ്വത്തിന്റെ ശേഖരണ പുരയിൽ ഇത് 2006 ഉണ്ടായതാണ്. അതുപോലെ കണ്ടശാങ്കട് പള്ളി, അത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട 45 പേർക്കാണ് ഈ പരിക്ക് പറ്റുന്നത്. അപ്പോൾ ഇത് ഈ എന്താണ് പുറ്റിങ്ങലിൽ 2016, പിന്നെ കാസർഗോഡ് നീലേശ്വരത്ത്, അതോടൊക്കെ 150 പേരാണ് ഈ പരിക്ക് പറ്റുന്നത്. കളിയാട്ടം ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് 1952 ശബരിമലയിൽ അത് ഈ വെടി വഴിപാട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഇത് മാറേണ്ട സമയമായിരിക്കുന്നുവെന്ന്. ആര് മാറണം? ഈ അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. കാരണം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെടുത്തി ഇവ പരിഷ്കരിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോഴും 2008 പെസോ മാനദണ്ഡങ്ങൾ, അതാണ് ഏറ്റവും മുഖ്യമായിട്ട് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ്സ് സേഫ്റ്റി ഓർഗനൈസേഷൻ, അവരുടെ മാനദണ്ഡമാണ് ആധികാരികമായിട്ട് നമ്മളുടെ മുൻപന്തിയിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് പോലീസ് സേന ഒരു സർക്കുലർ, അത് 2007 ഇറക്കിയതാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ അത് നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളിടത്താണ് ഏറ്റവും കാതലായ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്. അതിനുത്തരമാണ് നമ്മൾ പറയേണ്ടതും. അതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. പുറ്റിങ്ങൽ അപകടം ഞാൻ അറിവുപോലെ വരുന്നതിന് മുമ്പ് ശ്രീ സന്തോഷിലേക്ക് ഒന്ന് പോകും. സന്തോഷ്, ഇന്നലെ ഈ ദുരന്തമുണ്ടായപ്പോൾ മുതൽ ആ ദുരന്ത ഭൂമിയിലുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7-8 സമയം, 7 മണി വരെ ആ ദുരന്ത ഭൂമിയിൽ തന്നെ രക്ഷാദൗത്യത്തിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അവിടെ നിന്ന് നേരെയാണ് നമ്മുടെ ചർച്ചയിലേക്ക് വരുന്നത്. സന്തോഷ്, നമുക്ക് ടി വിയിൽ കൂടെ തന്നെ ഇന്നലെ മുതലൊക്കെ വാർത്ത കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്ത കാഴ്ചകളും വേദനയും സങ്കടവും ഒക്കെയാണ്. അപ്പോൾ നേർക്കുനേർ അതൊക്കെ കാണുന്ന ആളെന്ന നിലയിൽ ആയുഷ്കാലത്തേക്ക് മറക്കാൻ പറ്റാത്ത കുറച്ച് വല്ലാത്ത ഓർമ്മ ഈ ദിവസങ്ങളിൽ സന്തോഷമുണ്ട് അല്ലേ? തീർച്ചയായും. ഇന്നും കുറേയധികം ശരീരഭാഗങ്ങൾ അവിടെ നിന്ന് കിട്ടി. ഇനിയുണ്ടോ എന്ന കാര്യം അറിയില്ല. ഏറ്റവും പ്രധാനം, എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നതുപോലും നമുക്കിപ്പോഴറിയില്ല. അവിടെ എത്ര പേർ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി ഇപ്പോഴും ധാരണയില്ല. ഏകദേശം
40ഓളം പേരവിടെ ജോലി ചെയ്തതായി നമ്മൾ പറയപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ ആ സമയത്ത് നാം ഇങ്ങനെ ഹൃദയപൂർവ്വത്തെ ഭക്ഷണപ്പൊതിയുടെ ഭാഗമായി അത് കൊടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബോംബ് പൊട്ടുന്ന അത് പതിരിക്കൂട്ടാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയ സമയത്താണ് ഒരു 3:17 ഉണ്ടാവും. ആ സമയത്താണ് ഭീകരമായൊരു ശബ്ദം കേട്ടത്. അപ്പോൾ ആ ശബ്ദം കേട്ട വഴിക്ക് തന്നെ പെട്ടെന്ന് തൊട്ടപ്പുറത്തൊരു പള്ളി പെരുന്നാൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള സംഭവമാണെന്ന് വിചാരിച്ച് അപ്പോഴേക്കും നിറയെ ആകെ പൊടിപടലങ്ങൾ വരുന്നു കണ്ടു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ വാർഡായിട്ട് ബന്ധപ്പെട്ട് അറിയുന്നതുകൊണ്ട് ഇങ്ങനൊരു വെടിക്കെട്ട് വരെ ഉള്ളത് അറിയായിരുന്നു. അപ്പോൾ നിലവിൽ പെട്ടെന്ന് ഞാൻ എൻ്റെ കൂടെ ഒരു ജോമാൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ആളോട് പറഞ്ഞു വണ്ടി തിരിക്കും, ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ ഉടനടി ഞങ്ങൾ ബൈക്ക് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കുമ്പോഴേക്കും അദ്ദേഹം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണിലും ആകെ പൊടിയായിട്ട് കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോഴേക്കും വേഗം വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി വണ്ടി ഒതുക്കി. അപ്പോൾ വീണ്ടും ഒരു ഭയാനകമായ സൗണ്ടിൽ വീണ്ടും ഒരു പൊട്ടലാണ് കേട്ടത്. അപ്പോഴേക്കും നിങ്ങൾ ഓടി, എന്തായാലും നമുക്ക് രക്ഷിക്കാന്നുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ ഓടുമ്പോൾ ചുറ്റുപാടും അതുപോലെ തന്നെ കുട്ടികൾ കരയുണ്ടായിരുന്നു, അതുപോലെ തന്നെ അമ്മമാരൊക്കെ പേടിച്ചൊരു നിലവിളിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി നിൽക്കുമ്പോൾ അപ്പുറത്തെ പറമ്പിൽ തീ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഭയാനകമായൊരു എന്താ പറയുക, നമുക്കൊരു അഗ്നിഗോളം ജ്വലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളവിടെ കണ്ടത്. മാനസികമായിട്ട് പെട്ടെന്നൊരു ടെൻഷനായി. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ആ സമയത്ത് ആരെ വിളിക്കണം എന്ത് വിളിക്കണം എന്ന് തോന്നിയില്ല. അപ്പോൾ പെട്ടെന്ന് എമർജൻസി വിളിച്ചാൽ കിട്ടാൻ പെട്ടെന്ന് എം എൽ എ ആണ് ഇടയ്ക്കായിട്ട് ബന്ധപ്പെടാറ്. അപ്പോൾ തൊട്ടടുത്ത് സേവ്യർ ചിറ്റലപ്പള്ളി MLA നമ്പർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു. എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന്. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് മെഡിക്കൽ കോളേജിൽ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സൂപ്രണ്ടിനെ ബന്ധപ്പെട്ടു. സൂപ്രണ്ട് അപ്പോൾ 10 ദിവസം ലീവാണെന്നുള്ളത് പറഞ്ഞു. ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനടി ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ വിളിച്ചു. സാറേ ഇങ്ങനെ ഒരു സംഭവം അപകടം നടന്നിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്താണ്, ഈ വെടിക്കെട്ട് വരലാണ്, എത്ര പേരുണ്ട് എന്താണെന്നുള്ളത് അറിയില്ല, അപ്പോൾ നമുക്ക് ഓരോ ജീവനും വിലപ്പെട്ടതാണ് സാറേ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നമ്മളവിടെ സജ്ജീകരണങ്ങൾ തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ, എപ്പോൾ നടന്നതാ സംഭവം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇപ്പോഴാണ് നടന്നു കൊടുക്കുന്നത്, ഞാൻ സംഭവ സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഫോണിലെ ഡയലിൽ വീണ്ടും ഒരു പൊട്ടിലേറ്റു. ആ പൊട്ടണ സൗണ്ട് കേട്ടപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള ജോമചേട്ടനും ജീവനും കൊണ്ട് അങ്ങോട്ട് ഓടി. അപ്പോൾ കുട്ടികളെടുത്ത് ഇവർ ഓടി. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവരും പറയുന്നുണ്ട് മകൻ്റെ കൈ പൊട്ടി, കാല് പൊട്ടി, ഗ്ലാസ് തകർന്നു വീണു എന്നൊക്കെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ പെട്ടെന്ന് നമ്മൾ അപ്പോൾ ആ പൊട്ടിൽ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളൊരു ഇതാണല്ലോ, ജീവൻ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണല്ലോ. ഓടിപ്പോയി. അപ്പോൾ ആ സൈഡ് തിരിയിനോടത്തുണ്ടോ ഒരു കൈ നമ്മൾ മടക്കി വെച്ച ഭാഗത്തിൽ, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു മാനസിക വിഷമം തോന്നി. കൈയിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗം അറ്റ് കിടക്കുന്ന ഒരു സംഭവമാണ് കണ്ടത്, കരിഞ്ഞിട്ട്. അപ്പോഴേക്കും കുറേ ആൾക്കാർ നാട്ടുകാരെ സമ്മതിക്കണം, നാട്ടുകാർ കുറേ പേര് അപ്പോഴേക്കും ഓടിയെത്തി. അവർ മറ്റുള്ള എന്നെ രക്ഷിക്കണേ എന്നുള്ളൊരു വിളികൾ കേട്ടപ്പോൾ പോലീസ് അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഫയർഫോഴ്സ് ഇവരൊക്കെ വിളി ഉണ്ടായിരുന്നു, പലരും ഓടി വന്ന് വിളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നാട്ടുകാർ 2-4 പേര് ഓടിപ്പോയിട്ട് ആ കത്തണേൻ്റെ സൈഡിൽ നിന്ന് തന്നെ ആൾക്കാരെ പോലീസ് വരണേക്കാളും ഉപ്പാട് തൊട്ടപ്പുറത്തും ഇതെന്ന് പറഞ്ഞ ആംബുലൻസ് ഓടിച്ചോടുന്ന പയ്യുണ്ടായിരുന്നു. അവർക്ക് അറിയിപ്പ് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു 2 ആംബുലൻസ് പിടച്ചെത്തി. അപ്പോൾ ആ ആംബുലൻസിൽ കയറ്റി 4ഓളം പേരെ പോലീസ് വരണേക്കാളും ഉപ്പാട് നമ്മൾ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് ശ്രീമതി കെജിത്താര പറഞ്ഞതുപോലെ നമ്മൾ ആ രക്ഷാദൗത്യത്തിൽ കോർഡിനേഷനിൽ നമ്മൾ പക്കാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിന് മുമ്പ് ദുരന്തം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്നതുകൂടി പറഞ്ഞു. ഞാൻ എത്താം. ഷാറു ബാബു, അതിൽ ഏറ്റവും സങ്കടമായി തോന്നിയത് ഇതിനടുത്ത ഒരു വീട്ടിലെ 2 അമ്മമാരുടെ പ്രതികരണമാണ്. അവരുടെ വീട്ടിലേക്ക് ഇരച്ചെത്തുന്ന 3 പേർ ദാഹിച്ച് വെള്ളം ചോദിച്ചു വരുന്നു, വെള്ളം കൊടുക്കുന്നു, ബനിയൻ ഊരാൻ പറഞ്ഞു ഊരുമ്പോഴേക്കും പുറത്തെ ത്വക്ക് മുഴുവൻ ഇളകിപ്പോകുന്ന സങ്കടകരമായ കാഴ്ച, തലയിലെ മുടി മൊത്തം കരിഞ്ഞു പോകുന്ന സങ്കടമായത്, ദേഹമാസകലം ചോര ഒലിച്ചു വന്ന് വെള്ളം ചോദിച്ച 2 പേരുടെ പ്രതികരണം കൊണ്ട് അത് കേട്ടിരിക്കാൻ പറ്റില്ല. ആ വേദനയിൽ നമുക്ക് പഴയ ഗുരുവചനം കരി വേണ്ട, കരിമരുന്ന് വേണ്ട എന്നൊക്കെ പറയാം. പക്ഷേ അത് പ്രാക്ടിക്കലിൽ അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. ചെയ്യേണ്ടത് ഇനിയെങ്കിലും നമ്മൾ പുറ്റിങ്ങലിൽ നമ്മളിത് പറഞ്ഞതാണ്, ത്രാങ്ങാലിൽ നമ്മളിത് പറഞ്ഞതാണ്, അതിനു മുമ്പ് കാസർഗോഡ് നമ്മളിത് പറഞ്ഞതാണ്. പക്ഷേ ഇനിയെങ്കിലും അപകടരഹിതമായി ഇതെങ്ങനെ നടത്താൻ പറ്റും? ഇപ്പോൾ CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് വെക്കാൻ പോകുന്നു. ഞാൻ ആരെ കളിയാക്കുകയല്ല, പക്ഷേ അദ്ദേഹം പഠിച്ച് സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ആക്ഷൻ ടേക്കൺ എന്തായി എന്ന് പഠിക്കാൻ വേറൊരു കമ്മീഷൻ വെക്കേണ്ട അവസ്ഥയാണ്. നടക്കുമെന്ന് കരുതാമോ ഷാറു ബാബു? ഹാഷ്മി, ആദ്യം തന്നെ ഈ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങളോടുള്ള ആദരവ് ഞാൻ പറയുകയാണ്. നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ദുരന്തം
നടന്നിരിക്കുന്നു. ഹാഷ്മി, അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം. ഹാഷ്മി, സങ്കടമാണ് സാർ. അതങ്ങനെ തന്നെയാണ്. അത് നമ്മളിത് കാണുന്നില്ലേ, കാണുമ്പോൾ ഈ പൊള്ളൽ ബേൺ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും ഭീകരമായ ഏറ്റവും വേദനാജനകമായ മരണം ഈ പൊള്ളൽ മരണമായിരിക്കണം. അങ്ങനത്തെ വേദന കാണുന്നു, സങ്കടമാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ വെങ്കടാചലം, താങ്കൾ, ഞാൻ ശ്രീ അറിവോട് ചോദിച്ച അതേ ചോദ്യത്തിന് എക്സ്റ്റൻഷൻ താങ്കളോട് ചോദിക്കുകയാണ്. താങ്കൾ ഈ പറയുന്ന ആനയുടെ കാര്യത്തിൽ എപ്പോഴും ബദൽ മാർഗ്ഗങ്ങൾ പറയാറുള്ള ആളാണ്. അതിൻ്റെ പേരിൽ കുറേയധികം പള്ളുവിളി കേൾക്കുന്ന ആളുമാണ്. ഇതിന് ഇതേ വർണ്ണവിന്യാസം ഒരുക്കുന്ന, ഇത്ര ശബ്ദമില്ലെങ്കിൽ കൂടി അതിലും മനോഹരമായി ചെയ്യുന്ന മറ്റ് സാങ്കേതിക വിദ്യകൾ ലോകത്തുണ്ട്, രാജ്യത്തുണ്ട്. ഇനിയെങ്കിലും നമുക്ക് അതിലേക്ക് മാറണം എന്ന ആർജവത്തോടെ പറഞ്ഞു തുടങ്ങേണ്ട സമയമായില്ലേ ശ്രീ വി കെ വെങ്കടാചലം? സമയമായി. ഈ കേരളത്തിൽ ചില പ്രത്യേക ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകളെ വെടിക്കെട്ട് രംഗത്ത് ബന്ദികളാക്കി നിർത്തി അവരെ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡവും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ രാവോട് പകല് പണിയെടുക്കാനായിട്ട് നിർബന്ധിക്കുന്ന ഒരു സവർണ ലോബി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് കേരളത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഈ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കടുത്ത ഭാഷയുടെ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ ദുരന്തം ഉണ്ടാകാനായിട്ടുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത സ്ഥലത്ത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പടക്ക ലൈസൻസിയാണ് ഇതുമാതിരിപ്പെട്ട സുരക്ഷയില്ലാത്ത രീതിയിൽ പടക്ക സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ അവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഈ തിരുവമ്പാടി ദേവസ്വത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ പറയാത്തൊരു കാര്യം ഞാൻ എല്ലാവരും അറിവിലേക്ക് വേണ്ടി പറയാൻ പോവാണ്. മനുഷ്യരാണ് ശ്രീ വെങ്കടാചലം. ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും വേദനിക്കുന്ന ഒരുപോലെയല്ല. സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് 44 കോടി രൂപ കൊടുക്കാനുള്ള ഒരു ദേവസ്വം, കടം വാങ്ങിച്ച നാട്ടുകാർക്ക് 64 കോടി രൂപ കൊടുക്കാനുള്ള ദേവസ്വം, ആ ദേവസ്വത്തിന്റെ കഴിഞ്ഞ 22 കൊല്ലത്തെ അക്കൗണ്ടുകൾ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് സർക്കാർ ഇപ്പോൾ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരിക്കൊല്ലം പൂരം നടത്തണ്ട എന്ന് ജനുവരിയിൽ തന്നെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു. ഇതൊന്ന്. 2, തൃശ്ശൂർ ജില്ലയിലത്തെ ജില്ലാ ഭരണകൂടത്തിൽ ഭരണം കൈയാളിയിരുന്ന കഴിഞ്ഞ 5 വർഷത്തെ കലക്ടർമാർ അവര് ഈ അനധികൃത വെടിക്കെട്ട് ലോബിയെ എങ്ങനെയൊക്കെ സഹായിച്ചു എന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ലയിലത്തെ കലക്ടർ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ 5 വർഷം എങ്ങനെയാണ് ഈ വെടിക്കെട്ട് സംബന്ധമായിട്ടുള്ള പരാതികളെ അവഗണിച്ചിരുന്നതെന്നുള്ളത് നോക്കേണ്ടതാണ്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഞാൻ തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് ഒരു വിവരാവകാശ കത്ത് കൊടുത്തു. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വക്കാർ തന്നിട്ടുള്ള കളക്ടർക്കുള്ള അപേക്ഷ കലക്ടർ അത് പെസോയ്ക്ക് കൊടുത്തിട്ട് പെസോക്കാർ തന്ന മറുപടി ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ തേക്കിൻകാട് മൈതാനത്തിൽ പടക്കം പൊട്ടിക്കാനായിട്ടുള്ള സ്ഥലത്തിൻ്റെ സ്കെച്ച് തന്നിട്ടുള്ള രേഖ, 2 ദേവസ്വം തന്നിട്ടുള്ള സ്കെച്ച്, 2 ദേവസ്വക്കാർക്കും പടക്കം ഉണ്ടാക്കി പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സാധനം ഉണ്ടാക്കുന്ന ലൈസൻസികളുടെ പടക്കശാലയുടെ വിവരം, അതിലേക്കുള്ള എൻട്രൻസിൻ്റെ വിവരം, അതിലേക്കുള്ള വഴികളുടെ വിവരം, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ മാധ്യമങ്ങൾ മുഴുവൻ നല്ല കലക്ടർ എന്ന് കൊട്ടിഘോഷിച്ച കലക്ടർ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്കൊരു മറുപടി തന്നു. താൻ ചോദിച്ച വിവരങ്ങളൊന്നും തരാൻ ഞങ്ങൾ ബാധ്യസ്ഥനല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ താൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി തനിക്ക് തരരുതെന്ന് തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വങ്ങൾ ഞങ്ങൾക്ക് കത്ത് തന്നിട്ടുള്ളതിനാൽ അവരുടെ താല്പര്യങ്ങൾ രക്ഷിക്കാനായിട്ട് താങ്കൾ ചോദിച്ച ഒരു വിവരവും ഞാൻ തരില്ല എന്ന് അയാളെ എനിക്ക് എഴുതി തന്നു. അതുകൊണ്ട് ഞാൻ വിവരാവകാശ കമ്മീഷൻ അയച്ചു. വിവരാവകാശ കമ്മീഷനോടും ആ കലക്ടർ ഇതേ മറുപടി അയച്ചു. പക്ഷെ അതാകുമ്പോഴേക്കും അയാളെ ദൈവം തൃശ്ശൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റി. പിന്നീട് വന്ന കലക്ടറും ഈ തൃശ്ശൂരിലത്തെ
കേരള ഉത്സവ മാഫിയയുടെ ഒരു പ്രത്യേക ജാതി വിഭാഗക്കാരെ കൊന്നൊടുക്കാനായിട്ടുള്ള സവർണ ലോബിയുടെ പാവയായിട്ട് വർക്ക് ചെയ്യണതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലാ കലക്ടറായിട്ട് കഴിഞ്ഞ 6 കൊല്ലം വർക്ക് ചെയ്തവര് പടക്ക സംബന്ധമായിട്ടുള്ള പരാതികൾ മേശയുടെ അടിയിലിട്ട് ചവിട്ടി ധരിച്ചതിനെ കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തണം. ഇപ്പോഴത്തെ ജില്ലാ കളക്ടറെ അടിയന്തരമായി ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഇപ്പോഴത്തെ ADM-നെ മാറ്റണം, ഇപ്പോഴത്തെ RDO-നെ മാറ്റണം. തൃശ്ശൂരത്തെ ഈ പടക്കം ഉണ്ടാക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള സകലമാന പോലീസുകാരെ മാറ്റിയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും നിരവധി പേര് മരിക്കും. ഈ ഉത്സവ സംഘാടകരാരും മരിക്കില്ല. ഉത്സവ സംഘാടകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യേക ജാതിക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് പടക്കം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ സേവനം ഹയർ ചെയ്യുന്ന നമുക്ക് ഇതിനകത്ത് അങ്ങനെയുള്ള അഭിമാനയുടെ ആവശ്യമുണ്ടോ എന്നറിയില്ല. എല്ലാവരും മനുഷ്യരാണ്. ആരും മരിക്കില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സംസ്ഥാന ഭരണകൂടം ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഭൂമിയില് കുഴിച്ചിട്ട് മുകളിൽ പോയിട്ട് പൊട്ടിക്കുന്ന ഒരു സാധനവും പൊട്ടിക്കാനായിട്ട് ഇന്ന് രാത്രി മുതൽ അനുവദിക്കരുത്. തൃശ്ശൂർ ജില്ലാ ഭരണകൂടത്തില് ഇപ്പൊ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അടിയന്തരമായിട്ട് സ്ഥലം മാറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിരവധി പേരുടെ ജഡങ്ങള് തപ്പിയിട്ട് അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കാതിരിക്കട്ടെ. ശരി, താങ്കൾ കുറച്ച് വൈകാരികം പറയുന്നതാണെങ്കിൽ കൂടി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വേണു പുറ്റിങ്ങൽ അപകടത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ട ആളാണ്. അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. എന്റെ ശബ്ദ പ്രശ്നമുണ്ടോ അല്ലേ? അതിന്റെ വേദന പേര് ജീവിക്കുന്ന ആളുമാണ്. വേണു, ഇന്നലെ തൃശ്ശൂരിലെ ആ കാഴ്ച കണ്ടപ്പോൾ മനസ്സിലൂടെ ഓടിപ്പോയത് എന്തൊക്കെയാണ്? തൃശ്ശൂരത്തെ ദുരന്തം പരവൂർ പുറ്റിങ്ങലിൽ നടന്ന ദുരന്തവുമായിട്ട് സാമ്യപ്പെടുത്താൻ പറ്റില്ല എങ്കിൽ തന്നെയും വളരെ വേദന ഉണ്ടാവുന്ന ഒരു ദുരന്തം തന്നെയാണ്. 10-40 പേര് ജോലി ചെയ്തതിൽ 10-13 പേരോളം മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിവ്. അല്ലെങ്കിൽ ബാക്കി ഇനി എത്ര പേര് അതിനടിയിലുണ്ട് എന്ന അറിവ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ഒരു കാലം നഷ്ടപ്പെട്ടു വന്നു. ഒരുപാട് നാൾ ചികിത്സയിൽ കഴിഞ്ഞു. താങ്കളുടെ 2 മക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവർ നേരത്തെ വീട്ടിലേക്ക് പോയി. അങ്ങനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് മൊത്തത്തിൽ അന്ന് ആ ദുരന്തത്തിൽ, അല്ലേ? അതെ, ഒരു കാലും ഒരു കണ്ണുമാണ് നഷ്ടപ്പെട്ടത്. ഇടത്തെ കാലും ഇടത്തെ കണ്ണും. അത് കഴിഞ്ഞ് അന്വേഷണ റിപ്പോർട്ട് എന്തോ ആയി? വർഷം 10ആയി. എവിടെ ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. ഈ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ വിചാരണയോ ഒന്നും എവിടെ എത്തിയിട്ടില്ല. അതിനു മുമ്പ് പറഞ്ഞതുപോലെ അവിടെ 110 പേരാണ് മരിച്ചതെന്നാണ് നേരത്തെ ഇത് റിപ്പോർട്ട് പല ചാനലുകളിലും പല പേപ്പറുകളിലും മാധ്യമങ്ങളെല്ലാം വന്നത്. പക്ഷെ മരണം 110 അല്ല, 110 അല്ല, 210 അല്ല, 310 അല്ല അവിടെ മരണം നടന്നത്. അവർക്ക് അപ്പോഴവിടെ കിട്ടിയ ആൾക്കാരുടെ അഡ്രസ്സും പേരും അപ്പുറത്തുള്ള ആളുടെ ഇപ്പുറത്തുകൊണ്ട് നടക്കുക, ഇപ്പുറത്തുള്ള ആളുടെ അപ്പുറത്തുകൊണ്ട് നടക്കുക, അങ്ങനെയുള്ളൊരു തർക്കഗതിയിൽ 110 പേരെ അവർ കറക്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ 10-40 പേര് ഒരു വാർഡിൽ കിടപ്പുണ്ട്. കമ്പത്തിൻ്റെ ചികിത്സയിൽ കഴിയുന്നവർ, കാല് മൊത്തത്തിൽ മാംസം പോലും ഇല്ലാതെ എല്ലായിട്ടുള്ളവർ, അല്ലാതെ ഉള്ളവർ, വയറുഭാഗം, നെഞ്ചുഭാഗം ഒക്കെ മാംസം പോലും ഇല്ലാതെ കിടന്നവരുണ്ടായിരുന്നു. അവരിലൊരു 10-14 പേരോളം എൻ്റെ അറിവിൽ മരണപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 70 ചാക്കിനകത്തായിട്ട് മാംസപിണ്ഡങ്ങൾ, തലയും കാലും എല്ലാം മാംസങ്ങൾ മാത്രമായിട്ട് 7 മാസത്തോളം കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മോർച്ചറി വെച്ചിരുന്നു. 7 മാസം കഴിഞ്ഞതിന് ശേഷമാണ് DNA ടെസ്റ്റ് നടത്തി അത് ദഹിപ്പിച്ചത്. അവർ എവിടൊക്കെ ഉള്ളവരാണ്, ഏത് രാജ്യത്തുള്ളവരാണ്, പരവൂരുള്ളവരാണോ, മറ്റ് രാജ്യത്തുള്ളവരാണോ, ബംഗാളികളാണോ, ഹരിയാനക്കാരാണോ, കച്ചവടക്കാർ ഒരുപാട് ഒരു ബംഗാളികളുണ്ടായിരുന്നു. ഇതുവരെ ഒരു പുകമറയായി കിടക്കുകയാണ്. അവർക്ക് കിട്ടിയ അപ്പോഴും മരിച്ചു കിട്ടിയ 110 പേര് മാത്രം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും ശുംഭം. ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കേസ് എന്തിനു വേണ്ടി നടക്കുന്നു, ഏത് രീതിയിൽ നടത്തുന്നു എന്ന് നമുക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്തത്തിന് കാരണക്കാരായ കമ്മിറ്റി അംഗങ്ങൾ ഉള്ള 15 പേരടങ്ങുന്ന കമ്മിറ്റി, അതിലുള്ളവരെല്ലാം 85 ദിവസം കൊണ്ട് ജയിലിൽ കിടന്നു എന്നുള്ളൊരു വാർത്ത കണ്ടു. അത് കഴിഞ്ഞ് അവരിറങ്ങി. അവരിപ്പോഴും ലാഭിഷായിട്ട് പോകുന്നുണ്ട്, വരുന്നുണ്ട്, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ ദുരന്തം സംഭവിച്ച ഞങ്ങളെ കണ്ടാൽ പോലും അവർ തിരിഞ്ഞു പോലും നോക്കൂല, അല്ലെ എങ്ങനെ ഉണ്ട്, എന്താണ് എന്ന് പോലും നോക്കൂല. ആ രീതിയിലാണ്. അതുമാത്രമല്ല, ഈ ദുരന്തം നടന്നിട്ട്
ഈ 15-അംഗ കമ്മിറ്റിയിലുള്ള കുടുംബക്കാർക്കോ അവരുടെ സഹോദരങ്ങൾക്കോ അവരുടെ ബന്ധുമിത്രാദികൾക്കോ ആർക്കും ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. ഇതാണ് ഒരുപാട് ദുരൂഹതകളുണ്ട് പരവൂർ കുറ്റിക്കൽ വെടിക്കെട്ട് ദുരന്തത്തിൽ. അത് ഏറെക്കുറെ കാര്യങ്ങൾ ഞാൻ മൊഴിയെടുത്ത സമയത്ത് ഹൈക്കോടതി ജഡ്ജി അവരുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ദുരന്തം ഇന്ന രീതിയിൽ നടന്ന ദുരന്തമാണ്, ഇത് മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ട ദുരന്തമാണ്, അല്ല അപകടമായിട്ടുണ്ടായതല്ല. അല്ലല്ല, അത് ഇതെല്ലാം അങ്ങനെ തന്നെ, ഇതെല്ലാം പരോക്ഷമായി, എല്ലാ ദുരന്തങ്ങളും പരോക്ഷമായി അങ്ങനെ തന്നെ. അത് ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നതിന് ആരെയും എന്താണ് ഭയപ്പെടേണ്ടതില്ല. ചാറിയബാബു, പൂരം നടത്താനാണ് പാറമേക്കാവിൻ്റെ തീരുമാനം. ആചാരപരമായ ചടങ്ങുകളും കുടമാറ്റമൊക്കെ നടത്തുമെന്ന് പറയുന്നുണ്ട്. വെടിക്കെട്ട് ഒഴിവാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഈ പറയുന്ന തീരുമാനം നാളെ മന്ത്രിമാരെയൊക്കെ അറിയിക്കുമെന്ന് പറഞ്ഞു. അത് അവർ തീരുമാനിക്കട്ടെ. ഇവിടെ CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണോ, അപകടം എങ്ങനെയുണ്ടായി, ഇനി അപകടം ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം തുടങ്ങിയ ചോദ്യങ്ങളാണ് കമ്മീഷന് മുന്നിൽ അന്വേഷണ വിധേയമായി വരിക. അതേ ചോദ്യങ്ങളൊക്കെ പുറ്റിങ്ങിലും അന്ന് ഗോപിനാഥൻ കമ്മീഷൻ പഠിച്ച് ഇപ്പോൾ ഒരുപക്ഷെ CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ വെക്കാൻ പോകുന്ന റിപ്പോർട്ട് അവിടെ പീതാംബരക്കുറുപ്പ് MP ADM-നെ വിളിച്ചു എന്ന സ്പെസിഫിക് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി ഏതാണ്ട് അതേ കാര്യങ്ങൾ തന്നെയാകും. നടപ്പാവൂ എന്നതാണ് ചോദ്യം. സി ബാബു, വളരെ ശരിയാണ് ഹാഷ്മി, ഈ ആശങ്കകളൊക്കെ വളരെ ശരിയാണ്. കാരണം ഇപ്പോൾ ഈ വെടിക്കെട്ട് അപകടത്തിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ കാരണങ്ങൾ പലതും നമുക്ക് കണ്ടെത്താം. ഈ എങ്ങനെ അവിടെ തീ വന്നു, ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വിൽസൺ എന്ന ഒരു ജീവനക്കാരൻ, അദ്ദേഹത്തിൻ്റെ മൊഴിയായിട്ട് നമ്മൾ പുറത്തു വന്നത് സോഷ്യൽ മീഡിയ വഴി വന്ന കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്, മാധ്യമങ്ങൾ വഴി വന്ന കാര്യങ്ങൾ. പൊട്ടുന്നതിനെ ഒരു തീഗോളം പോലെ ഒരു സാധനം വന്നു വീഴുന്നു, അദ്ദേഹം അവിടെ നിന്ന് ഒരു കണക്കിന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ തീകോളം എങ്ങനെ വന്നു നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തുടക്കത്തിൽ ശ്രീമതി താര മേഡം പറഞ്ഞ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നോക്കൂ, ഈ സന്തോഷിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഹാഷ്മി, ഇത് എത്ര വർഷമായി ഈ മുണ്ടത്തിക്കോട് പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് ഹാഷ്മിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞാൽ തിരക്കിടില്ല. എത്ര വർഷമായി ഈ ഒരു വെടിക്കെട്ട് ശാല എന്ന് പറയുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഷെഡുകളാണ്, ദീർഘവർഷങ്ങളായി 19 വർഷമായി എന്ന് പറഞ്ഞാൽ പൂരത്തിന്റെ സമയമാകുമ്പോഴേക്കും അവിടെ താൽക്കാലിക തിരുവമ്പാടിയുടെ പ്രധാനപ്പെട്ട പടക്ക നിർമ്മാണശാലയാണ്. ദീർഘവർഷങ്ങൾ അവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ലൈസൻസി സതീഷിന് തന്നെയാണ് താനും ആണ്. അപ്പോൾ ഈ സതീഷിൻ്റെ ഈ ലൈസൻസുള്ള ഈ വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കുന്ന സംവിധാനത്തിൽ സർക്കാരിന് അന്വേഷിക്കാൻ ഒന്നുമില്ല എന്ന് നമ്മൾ കണക്കാക്കാൻ പറ്റുമോ? അവിടെ ജോലിയെടുക്കുന്ന ജോലിക്കാരെ സംബന്ധിച്ച് ആർക്കും ഒരു വിവരമില്ല. എത്ര പേര് ജോലിയെടുക്കുന്നു, അവരാരൊക്കെയാണ്, അവരുടെ അഡ്രസ്സ് എന്താണ്, ആർക്കും ഒരു വിവരമില്ല. അവർക്ക് ഒരു ID കാർഡ് കൊടുത്തിട്ടുണ്ടോ, അവിടെ ജോലിയെടുക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി മെഷേഴ്സ് എന്താണ്, ഇതിനെ സംബന്ധിച്ചൊന്നും സർക്കാരിന് യാതൊരു വിവരമില്ല, ഒരു ഏജൻസിക്കും യാതൊരു വിവരമില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ പുറ്റിങ്ങൽ അപകടം ഉണ്ടായ സമയത്ത് ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് ഈ ഫയർ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്, ഫയർ എഞ്ചിൻ പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് നടപ്പാവാത്തത്? ആരാണ് അതിന് ഉത്തരവാദി? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷം വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നിരപരാധികളായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള കുറേ ആളുകൾ ബലി കൊടുത്തിട്ട് വീണ്ടും നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രാമത്തെ വെടിക്കെട്ട് അപകടമാണിത്? ഇപ്പോൾ വെടിക്കെട്ടിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ കരിമരുന്നിനെ കുറിച്ചൊക്കെ നാരായണ ഗുരുദേവൻ പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അപകട സാധ്യതയെ മുൻനിർത്തിയില്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് സാമ്പത്തികമായിട്ടുള്ള അതിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ധൂർത്ത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിരുന്നത്. അതിനുശേഷം മാറിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വന്നു. ഇവിടെ കറണ്ട് പോയല്ലോ, ഞാൻ ഇപ്പം ശരിയാക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ എത്താം. അവിടെ കറണ്ട് പോയെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ എത്താം. ശ്രീ താര, ഞാൻ അതേ ചോദ്യം പിന്നെയും ചോദിക്കുകയാണ്. നമുക്ക് ഇനഫ് ആൻഡ് ഇനഫ് ചട്ടങ്ങളുണ്ട്, ഇനഫ് ആൻഡ് ഇനഫ് നിയമങ്ങളുണ്ട്. നിയമങ്ങളൊക്കെ കർശനമായ നിയമങ്ങളാണ്. നമ്മൾ കോടതിയിലേക്ക് പോയതും ഈ അന്തിമഹാകാളൻ ഒക്കെ ക്ഷേത്രത്തിലൊക്കെ അതിന് ഇളവ് കിട്ടുന്നതും ഈ തൃശ്ശൂർ പൂരത്തിന് ഇളവ് കിട്ടുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ട് ചട്ടങ്ങളുടെ കുറവല്ല, നിയമത്തിൻ്റെ കുറവല്ല, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളുടെ കുറവല്ല, ഇത് നടപ്പാക്കാത്തതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഇനിയും ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യും, 3-4 മാസം ആത്മവിമർശനം പറയുന്നു, ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറക്കും, നമ്മൾ പിന്നെ വെടിക്കെട്ട് കാണും, പിന്നെ ഉണ്ടാവാതിരിക്കണം. പക്ഷേ അടുത്ത ദുരന്തം ഉണ്ടാകുമ്പോഴേ നമ്മൾ ഇതൊക്കെ വീണ്ടും എടുക്കൂ. ഇതെന്താണ് ഒരു ആത്മാർത്ഥമായ പരിഹാരം ശ്രീമതി താര?
ആത്മാർത്ഥമായ പരിഹാര മാർഗം എന്ന് പറയുന്നത് ഈ നിലവിലുള്ള ചട്ടങ്ങൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ടല്ലോ ചട്ടങ്ങൾ. ആ ചട്ടങ്ങൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് മതിയായ ശിക്ഷ കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു നടപടിയാണ് ഏറ്റവും ആദ്യവും അവസാനവും വേണ്ടത്. അത് വെച്ചാൽ ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു വാസ്തവത്തിൽ ഈ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഒരു ലൈസൻസ് അത് ഏറ്റവും ആദ്യത്തെ നടപടി അതാണ്. 2 അവിടെ ഒരു പോലീസ് ഇൻസ്പെക്ഷൻ, സബ് ഇൻസ്പെക്ടറുടെ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ പോയി വേണ്ടത്ര ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടോ എന്ന് പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് അവിടെ സമർപ്പിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് അത് പോലീസിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അത്തരം കാര്യങ്ങളിലെ ഡീറ്റെയിൽസ് വിശദ വിവരങ്ങൾ എനിക്കില്ല. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കളക്ടറുടെ ഒരു ലൈസൻസ് ഉണ്ടോ 1, 2 പോലീസ് ഈ ഒരു സബ് ഇൻസ്പെക്ടർ അവിടെ പോയി പരിശോധന നടത്തിയിരുന്നു, 3 ഫയർ ഓഡിറ്റ് അവിടെ നടത്തിയിരുന്നു. ഫയർ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് അത് അവരുടെ റിപ്പോർട്ട് ആവശ്യമാണ്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ അഗ്നിശമന സേനയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടത് ഇങ്ങനെ ഒരു ഇതിന് ലൈസൻസിന് അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിനുള്ള ഒരു അപേക്ഷ പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്കുകൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത്, നിർമ്മിക്കുന്ന സ്ഥലത്ത്, ഇതുപോലെയുള്ള കരിമരുന്ന് ഒക്കെ നിർമ്മിക്കുന്ന ഈ സ്ഥലത്ത് 5 കിലോഗ്രാമിൽ കൂടുതൽ ശേഖരിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതുപോലെ ഇത് ഈ മിക്സ് ചെയ്യുന്ന ഷെഡിൽ 2.5 കിലോഗ്രാമിൽ കൂടുതൽ ശേഖരിക്കാൻ പാടില്ല എന്നാണ്, സൂക്ഷിക്കാൻ പാടില്ല എന്നാണ്. അത് ഉണ്ടാക്കി പൂർത്തിയാകുന്ന മുറയ്ക്ക് അത് മാറ്റിക്കൊണ്ടേയിരിക്കണം വേറെ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്തേക്ക്. ഇവിടെ നമ്മൾ 5 കിലോഗ്രാം അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് മാത്രമല്ല ഈ നമ്മൾ ഈ ഉയർന്ന താപനില ഇതിൻ്റെ കാര്യം കണക്കിലെടുത്തിട്ടുണ്ടോ എന്നുള്ള ആ രീതിയിൽ നമ്മുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? രാവിലെ 10 തൊട്ട് 3 മണി വരെ നമ്മൾ പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന താപനില ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉള്ള സമയത്ത് അവിടെ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ 21-ാം തീയതി റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഹൈ ഹ്യൂമിഡിറ്റി, ഈർപ്പം, വായുവിലെ ഈർപ്പം വളരെയധികം ഉയർന്ന നിലയിലായിരുന്നു. ഏകദേശം 60 മുതൽ 70% വരെ ഈർപ്പമുണ്ടെങ്കിൽ ഹൈ റിസ്ക് എന്നാണ് പറയുന്നത് ഇത്തരം പ്രദേശങ്ങളിൽ. അതായത് ഈ കരിമരുന്നും ഇതെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലത്ത് അവിടെ 75% ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് അപ്പോൾ വളരെ ഹൈ റിസ്ക് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ എടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? അവിടെ ഒന്നുകിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും, അതിന് മലയാളം സ്ഥിത വൈദ്യുതി എന്നാണ്. നമ്മൾ ഈ ചീപ്പ് വളരെ സ്പീഡിൽ ഈ വേഗത്തിൽ തലമുടിയിൽ ചീകി കുറേ നേരം ചീകി കഴിഞ്ഞാൽ ആ ഘർഷണം നിമിത്തം, ഫ്രിക്ഷൻ നിമിത്തം അതിൽ വൈദ്യുതി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. എങ്ങനെയാണ് അത് പരീക്ഷിക്കുന്ന? ഒരു കുറേ കടലാസ് കഷ്ണങ്ങൾ നമ്മൾ താഴെ ഇട്ട് കഴിഞ്ഞാൽ ഈ തലമുടി ചീകിയ ആ ചീപ്പ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഈ കടലാസ് കഷ്ണങ്ങൾ അതിൽ ചാടി പിടിക്കുന്നതാണ്. ഇത്തരം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാകും. ഈ ഹ്യൂമിഡിറ്റി, ഈർപ്പത്തിൻ്റെയും ഈ ചൂടിൻ്റെയും ഒരു കോമ്പിനേഷൻ ഇത് വരുമ്പോൾ ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അത് തന്നെയാണോ സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ മാനദണ്ഡങ്ങളിൽ പറയുന്നത് ഡസ്റ്റ് ഫ്രീ ഫ്ലോർ ആയിരിക്കണം, അതായത് ഒരു പൊടി പോലും പാടില്ല എന്നുള്ളതാണ്. ചെറിയൊരു ഘർഷണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സാധനം പോലും അവിടേക്ക് വരാൻ പാടില്ല. ഈ LPG ഗ്യാസിൻ്റെ ലീക്കേജ് വരുമ്പോൾ ആദ്യത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം ഈ ഗ്യാസ് ലീക്ക് ചെയ്ത് മുറിയിലേക്ക് പ്രവേശിക്കാമെന്നാണ്. കാരണം ചെരുപ്പിൻ്റെ അടിയിലുള്ള ചെറിയ പൊടികൾ, എന്തെങ്കിലും ചെറിയ മെറ്റലോ എന്തെങ്കിലും ഒരു ചെറിയ തരി മതി. നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ ഘർഷണം, സ്പാർക്ക് ഉണ്ടാവുകയും വലിയ പൊട്ടിത്തെറിയിലേക്ക് അത് നയിക്കുകയും ചെയ്യും. അത്രയും സൂക്ഷ്മത തന്നെ ആവശ്യമുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ നമ്മൾ എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കില്ല. 1. 2, അവിടെ എനിക്ക് തോന്നുന്ന മാധ്യമപ്രവർത്തകരും ഒരുപാട് പേര് അവിടെ കയറി ഇറങ്ങി നമ്മൾ റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഈ പ്രവേശനം അനുവദിക്കണമായിരുന്നു എന്ന് ചോദിച്ചാൽ വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് കൃത്യമായി എനിക്ക് പറയാനുള്ളത്. 3ാമത് അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്.
ശ്രീ ആർ വി ബാബു, ചെയ്യേണ്ടതുണ്ട്. 3 ഈ പരിശീലനം ഞാൻ ശ്രീ ആർ വി ബാബു അങ്ങ് പറഞ്ഞു. ക്യാമറ ഫ്ലാഷ് ചെയ്യുന്നത് ഒരു കെമിക്കൽ ചേഞ്ചിലേക്ക് ഇടാൻ സാധ്യതയുണ്ടോ? പറയാൻ വയ്യ. ഇലക്ട്രിക് ഉപകരണങ്ങൾ അവിടെ ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും ഇത്. കേൾക്കാം. ഇലക്ട്രിക് ഉപകരണങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇരുമ്പിൻ്റെ സ്റ്റൂളോ ഒന്നും അവിടെ പാടില്ല. ഈ കല്ലുകൾ കൂട്ടിമുട്ടുമ്പോൾ ഘർഷണം കൊണ്ട് തീപിടുത്തം ഉണ്ടാവും നമുക്കറിയാമല്ലോ. അതുപോലെ ഇരുമ്പ് നമ്മൾ സ്റ്റൂൾ ഇപ്പോൾ വലിച്ചു നീക്കുകയാണെങ്കിൽ ആ ഘർഷണം ചെറിയൊരു സ്പാർക്ക് മതി. നമ്മൾ LPG ഈ അടുപ്പ് കത്തിക്കുമ്പോൾ ചെറിയൊരു സ്പാർക്കല്ലേ ആ ലൈറ്ററിൽ ഉണ്ടാകുന്നുള്ളൂ. അത് തന്നെ ഒരു തീപിടുത്തമായി മാറുകയാണ്. അപ്പോൾ ഇവിടെ ഈ ചെരുപ്പിട്ട് പ്രവേശിക്കുന്നത് പോലും ഒരു അപകട സാധ്യത ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ആ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ആളുകൾ ബാബു ശരിയാണ് എന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങളോട് പോയി, മാധ്യമങ്ങളോട് വെറുതെ പോവില്ല, അവർക്ക് പ്രവേശനം കിട്ടിയതുകൊണ്ടാണ്. സംഭവിക്കാൻ പാടില്ലായിരുന്നു, അത്രയും സുരക്ഷ വേണ്ടിയെടുത്ത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞത് അത്രയും വർഷമായി പ്രവർത്തിക്കുന്ന അവിടെ ആംബുലൻസുകൾക്ക് വരണമെങ്കിൽ അവിടെ ഈ പറയുന്ന നിലമൊരുക്കി വരേണ്ട അവസ്ഥ ഉണ്ടാവുന്നു. അവിടെ ഒരു ഫയർ എഞ്ചിന് വരണമെന്നുണ്ടെങ്കിൽ വഴിവെട്ടേണ്ട അവസ്ഥ ഉണ്ടാവുന്നു. അതൊക്കെ ബേസിക് ആയിട്ടുള്ള എന്താണ് സെക്യൂരിറ്റി കാര്യങ്ങളല്ലേ ബാബു? ഹാഷ്മി, അതെ, കറക്റ്റ്. അല്ല, ഞാൻ അതിലേക്കാണ് ആദ്യം വന്നത്. അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ ഇങ്ങനെ ഒരു 50 വർഷത്തോളമായിട്ട് ഇങ്ങനെയാണത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. അത് എത്രമാത്രം അനാസ്ഥയാണ്, എത്രമാത്രം ഒരു ജാഗ്രതക്കുറവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന്, അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. 50 വർഷമായിട്ട് ഒരു വാഹനം കടന്നു ചെല്ലാത്ത സ്ഥലത്ത് ഒരു അപകടമുണ്ടായാൽ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ അമ്പെ പരാജയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇത്തരം അപകടകരമായ സംവിധാനം പ്രവർത്തിച്ചു വന്നു എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും ഒരു വശം എന്താണെന്ന് വെച്ചാൽ ഹാഷ്മി, നമുക്കറിയാം ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കരിയും കരിമരുന്നും ഒക്കെ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്. അവിടെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചാണെങ്കിൽ ആന ഒരു പ്രധാന ആകർഷണമാണ്, മേളം, കുടമാറ്റം, വെടിക്കെട്ട്, ഇങ്ങനെ 2-3 കാര്യങ്ങൾ വെച്ചിട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ആകർഷണം. അത് എല്ലാ ജാതി മതസ്ഥരും ലക്ഷാവധി ആളുകൾ അവിടെ ഒഴുകിയെത്തുന്നത് ഈ ആകർഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിലെ ഓരോ കാര്യത്തിലും, അത് ആനയുടെ കാര്യത്തിലാവാം, മേളത്തിൻ്റെ പിന്നെ നമുക്കങ്ങനെ പറയേണ്ടതില്ല, ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ അപകടമാണ്, വെടിക്കെട്ട് അപകടം. അപ്പോൾ അവിടെ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നതിൽ ഇപ്പോൾ ഒരുപാട് അന്വേഷണ കമ്മീഷനുകൾ പലതിലും, അത് ഇപ്പോൾ പുല്ലുമേട് ദുരന്തമാവാം, അത് ചിലപ്പോൾ സ്റ്റാമ്പേഡാണ്, വെടിക്കെട്ട്, ഇങ്ങനെ ഓരോ കാര്യത്തിലും അന്വേഷണങ്ങളും കമ്മീഷനുകളും ഒക്കെ തരാതരം പോലെയുണ്ട്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ, പിന്നീട് ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ അമ്പെ പരാജയപ്പെടുകയാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വർഷമാണ് ഇത്തരം നിരോധനങ്ങളൊക്കെ നീങ്ങിക്കിട്ടിയത്. കഴിഞ്ഞ വർഷം നിരോധിക്കപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ അപകടം ഉണ്ടായപ്പോൾ, അതേപോലെ പാലക്കാട് അപകടം ഉണ്ടായപ്പോൾ, നീലീശ്വരത്ത് അപകടം ഉണ്ടായപ്പോഴൊക്കെ കഴിഞ്ഞ വർഷം തീർത്തും ഈ വെടിക്കെട്ടിന് ഭയങ്കര നിയന്ത്രണമായിരുന്നു. ഇപ്പോൾ ഇപ്പോഴാണ് ഈ നിയന്ത്രണമൊക്കെ ഒഴിവാക്കി ഈ വർഷം എല്ലാ ക്ഷേത്രങ്ങളുടെയും ഉത്സവങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. എല്ലാം കഴിഞ്ഞ അവസാനത്തേതാണ് പൂരം. തൃശ്ശൂർ പൂരമാണ് യഥാർത്ഥത്തിൽ അവസാനത്തെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഏറ്റവും അവസാനത്തെ ആഘോഷമാണ്. ശരിക്കും അതോടുകൂടിയിട്ടാണ് ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ ഏകദേശം തീരും. അപ്പോൾ ഇത് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ നോക്കൂ, എങ്ങനെയാണ് ആ തീ അവിടെ വന്നത്. ഇപ്പോൾ നമുക്ക് അട്ടിമറി സാഹചര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സുനിൽകുമാറിൻ്റെ ഒക്കെ കണ്ടു, അട്ടിമറി VS സുനിൽകുമാർ പഴയ MLA ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇതെങ്ങനെ വന്നു ആർക്കും പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ മേഡം പറഞ്ഞ ചൂടിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനതാ പറഞ്ഞ പെസോ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിൽ അതങ്ങനെ ആണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പെസോ പറയുന്നത്. ചിലപ്പോൾ ആയിരിക്കാം, മേഡം വളരെ വിദഗ്ധയായിട്ടുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്നൊരു ലേഡിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൽ മേഡത്തിൻ്റെ കാഴ്ചപ്പാടും ശരിയായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വിൽസൺ പറയുന്നത്, ഇപ്പോൾ അതിന് രക്ഷപ്പെട്ട വിൽസൺ പറയുന്നത്, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണക്ക് എത്രയുണ്ട് എന്നറിയാം, എത്ര സമയം വരെ ഇത് വെയിലത്ത് വെക്കണം എന്നറിയാം, എല്ലാം അറിയാം. അങ്ങനെയുള്ള ആളുകളാണ്, ഇത് വളരെ പരിചയമുള്ള ആൾക്കാരാണ്. ആ സമയത്താണ് ഒരു തീഗോളം തീ വന്ന് വീഴുന്നത് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വന്നു ആ തീ? അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു അട്ടിമറിയുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അട്ടിമറി എന്നുള്ളത് നമുക്ക് തന്നെ തീർത്തും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഒരു തീർത്തും, കാരണം എന്ന് വെച്ചാൽ
ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനെ സംബന്ധിച്ച് ഒക്കെ, പ്രത്യേകിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള, ഹിന്ദുക്കളെ സംബന്ധിച്ച് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു ഇടം ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അത് ഈ പൂരം ഇല്ലാതാക്കാൻ കുറേ നാളുകളായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. പൂരവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് വിവാദങ്ങൾ എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടുവരും. അത് ഈ പൂരത്തിൻ്റെ ആ പ്രാധാന്യം കുറയ്ക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും അതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതൊക്കെ പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഈ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായേ ഉള്ളൂ. നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിചാരിച്ചു. അത് ഒറ്റപ്പെട്ടതല്ല എന്ന് പിന്നീട് മനസ്സിലായി. ഒരേ പാറ്റേണിൽ ഈ വിവാദങ്ങൾ പലയിടത്തും ഉണ്ടായി നമ്മുടെ സംസ്ഥാനത്തൊട്ടേക്ക്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളിൽ ഇത് പരിശോധിക്കേണ്ടതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഇത് നമ്മൾ പരിശോധിക്കണം, നമ്മൾ അറിയണം, അന്വേഷിക്കണം. ഇതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് യഥാർത്ഥത്തിൽ ഇത് ഇനി സംഭവിക്കാതിരിക്കാൻ എന്ത് മാനദണ്ഡങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് കർശനമായി പലരും പറഞ്ഞു. പരിശോധന അന്വേഷണ റിപ്പോർട്ടൊക്കെ നമുക്ക് ഇല്ലാത്താലല്ലോ ശിവാബു, ഇഷ്ടംപോലുണ്ട്. പക്ഷെ അതൊക്കെ ആക്ഷൻ ടേക്കിലേക്ക് വരുമ്പോൾ വട്ടപൂജ്യം. ശ്രീ വെങ്കടാചലം, ഇപ്പോൾ മാധ്യമങ്ങൾ അവിടെ പോയത് മഹാപിഴവാണ് എന്ന് പലരും ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന ശ്രീ ആർ വി ബാബു ആ രീതിയിൽ അത്രയും പറഞ്ഞില്ലെങ്കിൽ കൂടിയും പലരും എഴുതുന്നുണ്ട് ഫേസ്ബുക്കിൽ. ഇനി അവിടെ അത്രയും സുരക്ഷ ഒരുക്കേണ്ട സ്ഥലമാണെങ്കിൽ അവിടെ അങ്ങോട്ടേക്ക് പോകാനും അവർക്ക് വാതിൽ തുറന്നിട്ടതും ആരാണ് എന്നടക്കമുള്ള അന്വേഷണം നടക്കട്ടെ. അതടക്കം ഈ പറയുന്ന അട്ടിമറി എന്ന പോസിബിലിറ്റിയിലേക്ക് സീരിയസ് ആയ അന്വേഷണം പോകേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ശ്രീ വി കെ വെങ്കടാചലം പുറ്റിങ്ങലടക്കം ഈ പറഞ്ഞ പാലക്കാടടക്കം ബാക്കിലോട്ട് പോയാൽ അങ്ങ് ശബരിമല വരെ വെടിക്കെട്ട് ദുരന്തങ്ങളുടെ നീണ്ട ഭൂതകാലമുള്ളപ്പോൾ ശ്രീ വി കെ വെങ്കടാചലം അട്ടിമറി എന്നൊക്കെ ഈ ആർ വി ബാബു പറയണത് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. ആനകളുടെ ഇടനെതിരെ ജോത്സ്യനെ വിളിച്ചു വരുത്തണമെന്ന് മുന്നേ ഈ ചാനലിൽ വന്ന് വിഡിത്തം പറഞ്ഞ ആളാണ് ഈ ആർ വി ബാബു. ആർ വി ബാബുവിൻ്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള വിശ്വഹിന്ദു പരിഷത്തടക്കമുള്ള ആളുകൾ വെടിക്കിറ്റും വേണ്ട ആനയും വേണ്ട എന്നാൽ മാത്രമേ ഹിന്ദു ക്ഷേത്രങ്ങൾ രക്ഷപ്പെടൂ എന്ന് പരസ്യമായിട്ട് പറയുന്നുണ്ട്. എനിക്കിവിടെ പറയാനുള്ളത് വേറൊരു കാരണമാണ്. ഈ ആർ വി ബാബു ഈ താരയും കുറേ കാര്യങ്ങളിലൂടെ പറഞ്ഞു. ഇനി കേൾക്കാനുള്ളത് കേട്ടോ. നിങ്ങൾ ദയവായിട്ട് ഞാൻ പറയണത് മ്യൂട്ട് ചെയ്യരുത്. അവസാനത്തെ അലക്കണം, എല്ലാവർക്കും ഉള്ള അലക്കണം. മാധ്യമപ്രവർത്തകർ അവിടെ പോയത് അവിടെ നിൽക്കട്ടെ. അതിനെക്കാട്ടിലും മുന്നേ തൃശ്ശൂർ ജില്ലയിലത്തെ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥര് കേരള ഉത്സവ മാഫിയയുടെ മുമ്പിൽ മുട്ടിലഴഞ്ഞ കഥയാണ് ഞാൻ പറയാൻ പോണത്. മുട്ടിലഴഞ്ഞ കഥ. ഈ പറയുന്ന ഈ സതീശ് എന്ന് പറയണവൻ 3 വർഷമായിട്ടുള്ള അവിടെ 2000 ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അവൻ 15 കിലോൻ്റെ സാധനങ്ങളാണ് മുന്നേ ഉണ്ടാക്കിയിരുന്നത്. 15 കിലോനെ മാറ്റി 2000 അപേക്ഷിച്ചപ്പോൾ ഈ ഫയർ എൻ ഒ സിക്ക് അപേക്ഷിച്ചു. ഫയർ എൻ ഒ സിക്ക് അപേക്ഷിച്ചപ്പോൾ തൃശ്ശൂർ ഫയർ ഓഫീസിൽ നിന്ന് തൃശ്ശൂർ ജില്ലാ ഭരണകൂടത്തേക്ക് ഒരു കത്ത് പോവുകയുണ്ടായി. ആ കത്ത് ജില്ലാ കളക്ടർ ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറയാൻ കാരണം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ രഹസ്യമില്ല എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ ഈ രേഖ വേറെ രീതിയിൽ വാങ്ങിച്ചു. അതിൽ പറയണെന്താ വെച്ചാൽ ഇയാൾ ചോദിച്ചേക്കണ ഈ സ്ഥലത്ത് ഇടുങ്ങിയ വഴിയാണുള്ളത്. 15 കിലോൻ്റെ ലൈസൻസിന് കൊടുക്കാനുള്ള വഴിയുള്ളൂ. 2000 കിലോൻ്റെ എങ്കിലും അപേക്ഷിക്കണമെങ്കിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരേ സമയം ആംബുലൻസും ഫയർ എഞ്ചിനും വന്നു പോകാനായിട്ടുള്ള വീതി അവിടെ വേണമെന്നുണ്ട്. ആ വീതി അവിടെ ഇല്ല. വീതി ഉണ്ടാക്കിയിട്ട് 2000 കൊടുക്കാവുന്നതാണ് ഫയർ എൻ ഒ സി കൊടുത്തേക്കണേ. അങ്ങനെയുള്ളൊരു ഫയർ എൻ ഒ സി കൊടുത്ത സ്ഥലത്ത് കേരള ഉത്സവ മാഫിയയുടെ മുമ്പിൽ ഈ പറയുന്ന ഈ ബാബുവിൻ്റെ ടീമുകൾ സപ്പോർട്ട് ചെയ്യുന്ന കേരള ഉത്സവ മാഫിയയുടെ മുമ്പിൽ മുട്ടിലഴഞ്ഞ ജില്ലാ കളക്ടറെ എന്ത് ചെയ്യണമെന്ന് പറയൂ? പരസ്യമായി കത്തിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അവരെ ഉടനടി തൃശ്ശൂർ ജില്ലാ കളക്ടർ സ്ഥാനത്ത് മാറ്റണം. പുതിയ കളക്ടർക്ക് വന്നുടനെങ്കിലും ഈ സ്ഥലത്ത് പോയി അന്വേഷിക്കായിരുന്നു. അവർ ചെയ്തില്ല. അവർ വന്ന വശം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എലക്ഷനും പൂരവും ഭംഗിയായിട്ട് നടത്തുന്നതാണ്. പൂരം ഭംഗിയായിട്ട് നടത്തണമെങ്കിൽ ഈ വെടിക്കെട്ട് വരയിൽ അവർക്ക് പോയി പരിശോധിക്കാൻ ബാധ്യതയുണ്ട്. അവർ ചെയ്തില്ല. അവർ മുന്നത്തെ കളക്ടർമാർ ചെയ്ത തെറ്റ് ഒരുമിച്ച് കൂട്ടി വെച്ചു. ഇപ്പൊ സംഭവം ഉണ്ടായിപ്പോ ഫയർ റെസ്ക്യൂ ആളുകൾ അവിടെ എത്താൻ വേറൊരു വഴി കൂടെ പോയിട്ട് മതിൽ പൊളിച്ച സംഭവം TV വന്നു. അപ്പോഴാണ് നാട്ടുകാർക്ക് ഇറങ്ങുന്ന സ്ഥലമില്ലാന്ന്. അവിടുത്തെ നാട്ടുകാർ കുറെ പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അത് മുഴുവൻ മുക്കി വെക്കാൻ കാരണം തൃശ്ശൂരത്തെ മാധ്യമപ്രവർത്തകരും അവരുടെ മുമ്പിൽ മുട്ടിലഴയുന്ന ജില്ലാ കളക്ടറാണെന്ന് ഞാൻ പറയും. മാധ്യമപ്രവർത്തകർ ഇപ്പോൾ അവിടെ പോയത് പോട്ടെ, അവർ കുറെ തെളിവുകൾ കൊടുന്നു. അവർ മുന്നേ ഞാൻ ഈ കിട്ടിയ വിവരം കൊടുത്തപ്പോൾ തൃശ്ശൂരത്തെ ഒരു മാധ്യമപ്രവർത്തകനും ഈ വാർത്ത പുറത്തു വിട്ടിട്ടില്ല.
അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ മൂടി വെച്ചത് കേരള ഉത്സവ മാഫിയയുടെ രഹസ്യങ്ങളാണ്. ജില്ലാ കളക്ടർ, കാസർഗോഡ് ഇപ്പോൾ ഭരിക്കുന്ന ജില്ലാ കളക്ടർ മൂടി വയ്ക്കാൻ നോക്കിയത് കേരള ഉത്സവ മാഫിയ ഒരു പ്രത്യേക താഴ്ന്ന ജാതിയിലുള്ളവരെ കൊന്നെടുക്കാനായിട്ട് സവർണ നായർ ലോബിയും ഇവിടുത്തെ ഈ ഉത്സവ മാഫിയയും കൂടി ഇട്ട പദ്ധതി നടപ്പിലാക്കലാണ്. അതുകൊണ്ട് ഈ ജില്ലാ കളക്ടർമാരെ മുഴുവൻ പരസ്യമായി കത്തിക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞുകൂടാ, ഞങ്ങളൊന്നും പറഞ്ഞുകൂടാ, ഒന്നും ശരിയല്ല. ഞാൻ നമ്മുടെ അവസാന മിനിറ്റുകളിലാണ് ഞാൻ ബാബുവിനെ ശ്രീ ബാബു ശരി വെങ്കടാചലം പറയുന്നത് കുറച്ച് ഔട്ട്സ്പോക്കണായും എന്താണ് കുറച്ച് പ്രയോഗിക്കാത്ത പ്രയോഗം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നതിൽ കഥയില്ലേ ശ്രീ ബാബു? കാര്യം അദ്ദേഹം ഈ മേഖലയിൽ നിൽക്കുന്ന ആളാണ്, ഇത് ആഴത്തിൽ പഠിക്കുന്ന ആളാണ്. സംസാരിക്കുന്ന ചില വാക്കുകൾക്ക് പ്രശ്നമുണ്ട്, വൈകാരികമാവുന്നുണ്ട് എന്ന് പറയുമ്പോഴും പറയുന്നതിൽ കഥയുണ്ട് ശ്രീ അറിവാബു അല്ലേ? പോലീസ് കമ്മീഷണർ പോയി നോക്കില്ല, ശരി, അവിടുത്തെ തഹസിൽദാർ പോയി നോക്കില്ല, ആരും നോക്കില്ല. ഞാൻ അദ്ദേഹത്തിന് എനിക്ക് പരിചയമില്ല, അദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചാനലിൽ വന്നിരുന്നിട്ട് ജ്യോത്സ്യന്മാര് നോക്കണം എന്നൊക്കെ പറഞ്ഞു, ജ്യോത്സ്യന്മാര് നോക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ജ്യോത്സ്യന്മാരെ കാണാത്ത ഒരാളാണ് ഞാൻ. ജ്യോത്സ്യന്മാരെ പോയി കണ്ട് എന്റെ ഭാവി നോക്കുന്ന സ്വഭാവം എനിക്കില്ല, വേറെ പലർക്കും ഉണ്ടാവാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള ഒരുപാട് പേർക്ക് ഉണ്ടാവാം. എനിക്ക് ആ സ്വഭാവം ഇല്ല, ഞാനൊരു ജ്യോത്സ്യനെയും കാണാറില്ല. അപ്പോൾ ആ ജ്യോത്സ്യനെ കാണണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാം, കാരണം എനിക്ക് അദ്ദേഹത്തെ വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ട് അദ്ദേഹം ഈ മൊത്തം തൃശ്ശൂർ പൂരാണ് നിർത്തലാക്കണം എന്ന ഒരു സ്വഭാവക്കാരനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൂരം ആഘോഷം ഇല്ലാതാക്കുക, നാട്ടിലെ ഉത്സവങ്ങളൊക്കെ ഇല്ലാതാക്കുക, ആ ഉത്സവങ്ങളൊക്കെ ഒരു സവർണ അവർണ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ള ഒരു മനോനില തെറ്റിയ ആളുടെ പ്രഭാഷണം പോലെയാണ് ഇപ്പൊ എനിക്ക് തോന്നിയത്. അതിന് എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിച്ചിട്ടും അദ്ദേഹം ഒരു ലേമാൻ എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള നിലയ്ക്കും ഞാൻ അദ്ദേഹത്തോട് എന്ത് പറയാനാണ്? വൈകാരികമായ കുറെ അദ്ദേഹം പറഞ്ഞത് ഈ മേഖലയിൽ കുറെ അധികം പഠിച്ച ആളാണ്. എനിക്ക് പരിചയമില്ല, ഞാൻ എനിക്ക് പഠിച്ച ആളാണ്, അന്വേഷണാത്മകമായ രേഖകൾ ശേഖരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ പരിചയമില്ലാതെ പറഞ്ഞോളൂ. പല മാധ്യമങ്ങൾക്കും എന്താണ് അതൊക്കെ പറയുന്ന ആളുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മള് തുടക്കത്തിൽ പറഞ്ഞ കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. അതന്നെ നമ്മൾ പറയുന്നതിന്റെ കുറച്ചുകൂടി വൈകാരിക വശമായി, അതായത് കളക്ടർ അതായത് ജില്ലാ ഭരണകൂടം ഭരണാധികാരികൾ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതല്ലേ അദ്ദേഹം പറഞ്ഞത്, അതന്നെയല്ലേ അദ്ദേഹം പറയുന്നത്. അതാണ്, അത് തന്നെയാണ്. അദ്ദേഹം പിന്നെന്തിനാണ് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്? ഇതുപോലുള്ള ഒരു ചർച്ചയായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് മുഖമടച്ച് മറുപടി കൊടുക്കാത്തത്. ഇതുപോലുള്ള ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യമില്ല. എനിക്കറിയാം മറുപടി കൊടുക്കാൻ, അത് ഏത് വെങ്കടാചലായാലും ആരായാലും അതിനുള്ള മറുപടി കൃത്യമായി കൊടുക്കാൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ. തർക്കത്തിലേക്ക് പോകണ്ട, നമ്മൾ ഈ സങ്കടത്തിന്റെ ഒരു ദിവസം നമുക്ക് തർക്കത്തിലേക്ക് പോകണ്ട. അത് വിടുകയാണ്. എന്തായാലും ഉണ്ടായത് മഹാദുരന്തമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. വിദ്വേഷാത്മക ശരി, നമുക്ക് എന്തായാലും അതിലേക്കൊരു തർക്കത്തിലേക്ക് പോകുന്ന അഭംഗിയുണ്ട്. എന്തായാലും കേരളം കണ്ടത് പുറ്റിങ്ങിന് ശേഷം കൊണ്ട് ഏറ്റവും വലിയ ഒരു വെടിക്കെട്ട് ദുരന്തമാണ്. 14 പേരുടെ മരണത്തിലേക്ക് വഴി നയിച്ച ദുരന്തമാണ്. അപ്പോൾ ആ ദുരന്തം, ഇനിയൊരു ദുരന്തം അതുപോലെ ആവർത്തിക്കാതിരിക്കാൻ പഠന റിപ്പോർട്ടുകൾ ആക്ഷൻ ടേക്കണായി മാറും എന്ന പ്രതീക്ഷയോടെ എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.